ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. പഞ്ചാരക്കൊല്ലിയിലേക്ക് വനം മന്ത്രി എത്തുന്ന സമയത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം. നേരത്തെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചിരുന്നു. അതിനുശേഷം മന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്ന വേളയിൽ പോലീസിന്റെ വലിയൊരു സംഘത്തെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രതിഷേധം മുൻകൂട്ടി കണ്ടുള്ള സുരക്ഷ മന്ത്രിക്ക് ഒരുക്കുന്നതിന്റെ ഭാഗമായാണ്. എന്നാൽ ജനങ്ങൾ അവിടെ വഴിയിൽ കിടന്ന് റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മന്ത്രിക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വാഹനത്തിനുള്ളിൽ തന്നെ ഇരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനം മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധത്തിലാണ് പഞ്ചാരക്കൊല്ലി നിവാസികൾ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് എവിടെയാണ് വനം മന്ത്രി ഉള്ളത് എന്നത്. വളരെ വൈകിയാണ് വനം മന്ത്രിയുടെ ഈ മേഖലയിലേക്കുള്ള സന്ദർശനം. അതിൽ പ്രതിഷേധം അറിയിക്കുകയാണ് അവർ. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ RRT സംഘാംഗത്തിന് നേരെയും കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വളരെ സാരമായ പരുക്ക്, നിസാര പരുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അത്തരത്തിലേക്ക് ഭീതിതമായൊരു അന്തരീക്ഷം അവിടെ തുടരുകയാണ്. അപ്പോഴും വനം മന്ത്രി എവിടെയാണ്? ഇന്നലെ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഇതെല്ലാം ഈ ആളുകളുടെ സ്വാഭാവിക പ്രതിഷേധം അത് വർദ്ധിപ്പിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ ജനങ്ങൾ അവിടെ കിടന്നുകൊണ്ട്, അതായത് അങ്ങോട്ടേക്ക് മന്ത്രിയെ കടത്തിവിടില്ല എന്ന് തോന്നുന്നു, ആ തരത്തിലേക്കുള്ള പ്രതിഷേധമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് തുടരുന്നുണ്ട്. അഭിജിത്ത്, മന്ത്രി അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്ന തരത്തിലേക്കാണോ അവർ? റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണല്ലോ, തടയുകയാണല്ലോ മന്ത്രിയെ. തീർച്ചയായും അനുജ, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. വനം മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ പ്രതിഷേധം ഈ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിന് മുൻവശത്ത് ഏതാണ്ട് മീറ്ററുകൾ മാത്രം ഇപ്പുറത്ത് വെച്ച് മന്ത്രിക്ക് നേരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ പ്രദേശവാസികൾ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു. തങ്ങൾ ഈ വാഹനം കടത്തിവിടില്ല, മന്ത്രിയെ ഇനി ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ വനമന്ത്രി എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് എത്താത്തത് എന്നുള്ളൊരു ചോദ്യം ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇത്ര വലിയൊരു അപകടം നടന്ന്, കടുവയുടെ ആക്രമണം നടന്ന് ഒരു സ്ത്രീക്ക് ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വനമന്ത്രി ഇവിടേക്ക് എത്തിയില്ല എന്നുള്ള ചോദ്യമായിരുന്നു പ്രധാനമായും ഈ പ്രദേശവാസികൾ ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധം അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2 ദിവസവും ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറി. അപ്പോഴൊക്കെയും അവർ ചോദിച്ച ഒരേ ഒരു കാര്യം, എന്തുകൊണ്ട് വനം മന്ത്രി എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി ഈ പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലേക്ക് എത്തുന്നതായിരുന്നു. അതിനിടയിലാണ് രാധയുടെ വീടിന് മീറ്ററുകൾ മാത്രം ഇപ്പുറം വെച്ച് മന്ത്രിയുടെ വാഹനത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിൽ പോലീസ് ഇടപെട്ടിപ്പോൾ നാട്ടുകാരെ മാറ്റുന്നു, പ്രതിഷേധക്കാരെ മാറ്റി ഇപ്പോൾ മന്ത്രിയുടെ വാഹനത്തിന് കടന്നുപോകാൻ സൗകര്യമൊരുക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം ഈ മേഖലയിൽ ഉണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രിയുടെ വാഹനം പതുക്കെ നീങ്ങുകയാണ്. ഒപ്പം വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പോലീസിനെ കൂടുതലായി ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം, ഇന്റലിജൻസ് അടക്കം റിപ്പോർട്ട് നൽകിയതാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു പ്രതിഷേധത്തിനൊരു സാധ്യതയുണ്ട്. അതിനാൽ ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇവിടേക്ക് വരേണ്ടതില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പോലീസിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ ആക്രമിച്ച് കടുവ കൊന്ന സാഹചര്യത്തിൽ മന്ത്രി മുൻപെത്താതിരുന്നതിൽ വലിയ പ്രതിഷേധം അത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടുകാർ ഈ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി എത്തുമ്പോൾ അത്തരത്തിൽ വലിയ പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ മന്ത്രിക്ക് നേരെ കാണിക്കുകയാണ്. രാധയുടെ വീട് സന്ദർശിക്കാനായി മന്ത്രി പോകുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയും RRT സംഘാംഗത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്ത്, വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ആളുകളെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധം എന്നുള്ളത് മാത്രമാണോ, അതായത് ഈ മന്ത്രി നേരത്തെ എത്താത്തതിലുള്ള പ്രതിഷേധം എന്നുള്ളതാണോ ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? പ്രതിഷേധക്കാരെ ഏറെ പണിപ്പെട്ടാണ് ഇപ്പോൾ പോലീസുകാർ മാറ്റുന്നത്. ഇന്നലെ കണ്ടതാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരും മറ്റ് നാട്ടുകാരുമെല്ലാം ഒരേ സ്വരത്തിൽ വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കടുവയിപ്പോൾ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതികരണത്തിലേക്ക്. പോലീസിന്റെ അത്ര പകുതി ജനങ്ങൾ ഇവിടെ ഇല്ല, പോലീസിനോളം പകുതി ജനങ്ങൾ ഇവിടെ ഇല്ല. ആ കൂടി വെച്ച സ്ഥലത്ത് ഇയാളെ കൊണ്ടുവരണം.
ഇയാളെ കൊണ്ടിട്ട് നഷ്ടപരിഹാരം അയാളെ കുടുംബത്തിന് മേടിച്ചു കൊടുക്കണം. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. വൈകിയെന്ന് മാത്രമല്ല, ഇയാൾ എപ്പോൾ തന്നെ എത്ര വൈകി ഇയാള്. ഏതായാലും അങ്ങനെ തന്നെയാണ്, മന്ത്രി ഇവിടെ എത്താൻ വൈകി എന്നുള്ള കാര്യം തന്നെയാണ് പ്രദേശവാസികൾ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം. നിലത്ത് കിടന്നുകൊണ്ട് മന്ത്രിയുടെ വാഹനത്തെ, മന്ത്രിയുടെ ഒപ്പം എസ്കോർട്ട് വാഹനത്തെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നത്. നേരത്തെ പിലാക്കാവിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം മന്ത്രിയുടെ വാഹനം രാധയുടെ വീട്ടിന് തൊട്ടടുത്തെത്തുന്നതിന് മുൻപാണ് മീറ്ററുകൾ മാത്രം ഇപ്പുറം വെച്ചാണ് നാട്ടുകാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതിഷേധക്കാർ നിലത്ത് കിടന്ന് വരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വനമന്ത്രി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് ഉയർന്നു. അപ്പോഴെല്ലാം വനമന്ത്രി ഇവിടേക്ക് എത്തും എന്നുള്ളൊരു ഉറപ്പ് ഇവർക്ക് ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വനമന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം, അക്കാര്യത്തിൽ ഒരു തീരുമാനമായത്. ഒരു അവലോകന യോഗം ചേരുന്നു എന്നുള്ള കാര്യത്തിൽ തീരുമാനമായത്. തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് 10:30 മണിയോടുകൂടി ആരംഭിച്ച അവലോകന യോഗം അതിപ്പോൾ പൂർത്തിയായതിനു ശേഷമാണ് പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം വനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തത്. അതിനെ തുടർന്ന് വനമന്ത്രി ഈ വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് വെച്ചാണ് ഇത്തരത്തിൽ ഈ പ്രദേശവാസികൾ തങ്ങളുടെ പ്രതിഷേധം, തങ്ങളുടെ രോഷം, അമർഷം ഇതെല്ലാം മന്ത്രിക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നത്. തങ്ങൾ ഇത്രയും വലിയൊരാക്രമണം ഈ നാട്ടിലുണ്ടായി, കടുവയുടെ ആക്രമണത്തിൽ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. ആ പ്രതിഷേധങ്ങളുടെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് അവരുടെ ഒരു സങ്കടം, വേദന, അമർഷം എല്ലാം ആ പ്രതിഷേധത്തിൻ്റെ ആ ഒരു ശക്തി പ്രകടനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുർജിത്ത്, മന്ത്രിയെ അങ്ങോട്ട് കടത്തിവിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണെന്ന് തോന്നുന്നു നാട്ടുകാർ. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. ഇവിടെ മന്ത്രിയെ ഏതാണ്ട് വീടിന്റെ ഒരു 50 മീറ്റർ വരെ ഈ വാഹനവ്യൂഹം എത്തിയിട്ടുണ്ട്, മന്ത്രിയുടെ വാഹനവ്യൂഹം എത്തിയിട്ടുണ്ട്. അതിനെ തടസ്സപ്പെടുത്തിയ ഒരു വിഭാഗം ആളുകൾ, ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ മുന്നിലുണ്ട്. അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പോലീസും ഈ വാഹനവ്യൂഹത്തെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിയെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് നാട്ടുകാർ സ്വീകരിക്കുന്നു. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്, ഇത്ര ദിവസമായിട്ട് മന്ത്രി ഒന്ന് കുടുംബത്തെ വിളിക്കാൻ പോലും തയ്യാറായില്ല. മാത്രമല്ല, ഇവിടെ ഇത്ര വലിയ രീതിയിലുള്ള ഒരു ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ജീവൻ നഷ്ടപ്പെടുന്നു. ആ സാഹചര്യത്തിൽ ഫാഷൻ ഷോയ്ക്ക് പാട്ടുപാടുന്ന മന്ത്രിയായി ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മാറി എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും മന്ത്രിയുടെ വാഹനവ്യൂഹം പിലാക്കാവ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ വെച്ച് തടയുന്ന ഒരു നിലപാട്, അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കരിങ്കൊടി കാണിക്കുന്ന നിലപാടിലേക്ക് എത്തിയതാണ്. അതിനുശേഷം ആ വാഹനവ്യൂഹം അല്പം കൂടി മുന്നിലേക്ക് വന്നു. ആ ഘട്ടത്തിലാണ് തൊട്ടടുത്തുള്ള, അതായത് ഈ രാധയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് വെച്ച് മന്ത്രിയെ തടയുന്ന നിലപാട് നാട്ടുകാർ സ്വീകരിച്ചത്. അവർ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഇവിടെ നിലവിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇങ്ങനെ തടയുന്ന ഒരു നിലപാടുണ്ട്. നാട്ടുകാർ പറയുന്നത് ജനകീയ പ്രതിഷേധം എന്നുള്ള തരത്തിലാണ് നാട്ടുകാർ ഇതിനെ പറയുന്നത്. എന്തായാലും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 2 തരത്തിൽ ഉള്ള ആളുകൾ ഇവിടെയുണ്ട്, നാട്ടുകാരുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ട് ഇങ്ങനെ വാഹനവ്യൂഹം തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു. പോലീസ് അതിനെ വകഞ്ഞു മാറ്റി ആ വാഹനവ്യൂഹം മുന്നിലേക്ക് എത്തിക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കനത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധ പശ്ചാത്തലം കൂടി മന്ത്രി നേരിടുകയാണ്. ആ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ വലിയ കനത്ത രീതിയിലുള്ള പ്രതിഷേധം അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രിക്കെതിരെ ഇത്തരം പ്രതിഷേധം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇങ്ങനെ ഒരു മരണം നടത്തി കുടുംബത്തെ ഒന്ന് വിളിക്കാൻ പോലും മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ഒരു നടപടിയും, അതായത് ഇവിടെ ഇങ്ങനെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് അത് ചുമതലയുള്ള ജില്ലയാണ്, ആ ജില്ലയിൽ ആയിട്ട് പോലും മന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.